പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. സമസ്തയുടെ അനുഭാവിയും ഒരു പണ്ഡിതനുമാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന വിഷയത്തിന് ആസ്പദമായൊരു പോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരോടും എനിക്ക് ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത്, സുന്നത്തെ മാത്രം സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഇത് ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും ശക്തമായൊരു പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ഉണ്ടാക്കുകയും വേണം. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അബൂ താഹിർ ഫൈസി മാനന്തവാടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ വായിക്കാം: കാരാത്തോട് സുന്നി വഖഫ് ഭൂമിയിൽ മുജാഹിദ് ആസ്ഥാന നിർമ്മാണം. ഹുസൈൻ മടവൂരിന്റെ പ്രസംഗം കേൾക്കാൻ പോയ സുന്നികളെ ഇതിലെ എന്നാണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. ഊരകൻ കാരാത്തോട് പാണ്ടിക്കടവത്ത് കുടുംബത്തിലെ പിതാമഹന്മാർ മരണപ്പെട്ട ശേഷം തങ്ങൾക്ക് വേണ്ടി ദിനം പ്രതി 9 ജുസ് ഖുർആൻ പാരായണം ചെയ്യണമെന്ന ഉപാധിയോടെ വഖഫ് ചെയ്ത ഭൂമി മുജാഹിദ് വിസ്ഡം വിഭാഗം സ്കൂൾ നിർമ്മിക്കുന്നു എന്ന വ്യാജേന പഞ്ചായത്ത് അനുമതി വാങ്ങി. ഒരു തട്ടിപ്പ്, ഒരു കള്ളം. അതായത് മുജാഹിദുകളല്ലേ, പടച്ചോനെ പേടിയില്ലല്ലോ. സ്കൂൾ നിർമ്മിക്കുന്നു എന്ന വ്യാജേന പഞ്ചായത്ത് അനുമതി വാങ്ങി ദിവസേന 40 മിനിറ്റ് സലഫി ആശയ പ്രചരണ വേൾഡ് വൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെന്ററിന് വേണ്ടി ബിൽഡിംഗ് പണിയുന്നത് നാട്ടുകാർ തടയുകയുണ്ടായി. ഈ കഴിഞ്ഞ വർഷമാണ് സംഭവം. വഖഫ് ബോർഡ് നിർദ്ദേശവും സ്റ്റോപ്പ് മെമ്മോയും മറികടന്നായിരുന്നു നിർമ്മാണം. പ്രദേശവാസികൾ പോലീസിൽ പരാതി കൊടുത്തു. പക്ഷെ എല്ലാ ഒത്താശയും അവർക്ക് അധികാരികൾ ചെയ്തു കൊടുത്തു. അവസാനം പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി പോലീസ് ഇടപെട്ട് നിർമ്മാണം സ്റ്റേ ചെയ്തു. ഇപ്പൊ എന്താണ് ലീഗിലെ ചില ആളുകൾക്കൊക്കെ ജിഫ്രി തങ്ങൾ പ്രസംഗിക്കുമ്പോ വയറിളകാനുള്ള കാരണം എന്ന് മനസ്സിലായില്ലേ? അധികാരികൾ ഇവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാണ്. വഖഫ് ഭൂമി അത് മക്കളെ സപ്പോർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശം നോക്കുക. അതിന് മക്കളെ എന്ത് ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല. ബാപ്പ എന്താണോ വഖഫ് ചെയ്ത് എന്തിനാണോ അത് പ്രകാരമാണ് നടക്കുന്നത്. അത് യഥാക്രമം കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം വഖഫ് ബോർഡിനുണ്ട്. അവിടെ കുറെ ഇത്തരം പാവകളെ നിർത്തി തോന്നിയ പോലെ ചെയ്യുന്ന പണി ഇനി അനുവദിക്കൂല സുന്നികൾ. ഈ വിഷയത്തിൽ 2 സുന്നികളല്ല, 3 സുന്നികളും 4 സുന്നികളും എല്ലാ സുന്നികളും ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനി കളി നടക്കൂല. മരണപ്പെട്ടവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അനാചാരമാണെന്ന് വിളിച്ചു പറയുന്ന മുജാഹിദുകൾ സുന്നി വിശ്വാസ പ്രകാരമുള്ള ഈ വഖഫ് ഭൂമിയുടെ ഇപ്പോഴത്തെ കൈവശക്കാരുമായി രഹസ്യ കരാറുണ്ടാക്കി ആദർശം ആമാശയത്തിന് വാടകയ്ക്ക് കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത്, മക്കള് അനന്തരാവകാശികള് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശം അത് മാറ്റാൻ കഴിയില്ല. അത് വഖഫ് ബോർഡ് ശ്രദ്ധിക്കേണ്ട കാര്യം. തീവ്ര സലഫി ആശയ നിലപാടുള്ള മുഹമ്മദ് സാലിഹുൽ ഫൗസാന്റെ അൽ വലാഉ വൽ ബറാ എന്ന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ജാമിയത്തുൽ ഹിന്ദിന്റെ അൽ വലാഉ വൽ ബറാ എന്ന മറ്റു മതസ്ഥരുമായി തീവ്ര സ്വഭാവത്തിൽ പെരുമാറാൻ പഠിപ്പിക്കുന്ന, നമുക്കറിയാം വേൾഡിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും സലഫി തീവ്രവാദികൾ എന്ന്. എന്നാൽ അവരുടെ അതേ ആദർശം വെച്ച് പുലർത്തുന്ന ഒരാളാണ് നമുക്കറിയാം ഈ പറയപ്പെട്ട വ്യക്തിയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥമൊക്കെ. അതാണ് ഈ സലഫികൾ അവിടെ പഠിപ്പിക്കുന്നത് എന്നത് മറ്റൊരു ഗൗരവമുള്ള വിഷയമാണ്. അതും കൂടെ നമ്മുടെ അധികാരികൾ പരിഗണിക്കേണ്ടതുണ്ട്. ഗൗരവമായ തീവ്രവാദത്തിന്റെ ചില പുസ്തകങ്ങളാണ് ഇവർ ആ ഇടങ്ങളിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇതേപോലെ സമാനമായ ഇബ്നു ഉത്തൈമീന്റെ പുസ്തകം അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. സുന്നികളുടെ ശക്തമായ പ്രതിഷേധം കൊണ്ടാണ് അത് നിർത്തലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതുപോലെ ഇത് ഇനിയിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റു ഇടം അവർ തിരയുകയാണ്. തീവ്ര സലഫി ആശയ നിലപാടുള്ള മുഹമ്മദ് സാലിഹുൽ ഫൗസാന്റെ അൽ വലാഉ വൽ ബറാ എന്ന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ജാമിയത്തുൽ ഹിന്ദിന്റെ വാക്താക്കൾക്കാണ് ഈ ഭൂമി കൈമാറിയതെന്ന് പ്രത്യേകം ഓർക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ വഖഫ് ഭൂമി കൊണ്ട് ഇവർ കളിച്ച ഈ തോന്നിവാസം കാണാതെ പോകരുത്. നിലവിൽ ഇത് സ്റ്റേ ആണെങ്കിലും നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളിലൂടെ ഇവർ പേരും വകയും മാറ്റി അതേ ബിൽഡിംഗിൽ തന്നെ സ്ഥാപനം നടത്തുമെന്ന കാര്യം തീർച്ച. അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പമുണ്ട്. അതുകൊണ്ട് സുന്നികളുടെ ഗ്രൂപ്പുകൾ നടന്നുകൊണ്ടുള്ള തീവ്രമായ സമരം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇനി പരിഹാരമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരന്റെയും തിട്ടൂരങ്ങൾക്ക് ഇനി സുന്നികൾ വഴങ്ങാൻ പാടില്ല.
സകല പള്ളികളും പിടിച്ച സകല വഖഫ് സ്വത്തുകളും അത് തിരിച്ചു പിടിച്ചിട്ട് ഇനി സുന്നികൾ ഒതുങ്ങാൻ പാടുള്ളൂ. എല്ലാ സുന്നികളും ഈ വിഷയത്തിൽ ഒന്നായി നിൽക്കണം. ഏത് രാഷ്ട്രീയക്കാരനും ഇടതും വലതാണെങ്കിലും ഇനി അതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് മന്ത്രി വി അബ്ദുറഹ്മാനിൽ ഞങ്ങൾക്കൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിന് മുന്നിൽ നിന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 912 മുതലുള്ള എല്ലാ വഖഫ് ഭൂമികളുടെയും ആധാരവും അതിന്റെ വഖഫിൽ എഴുതപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഈ വിഷയങ്ങൾ, അതായത് അന്യധീനപ്പെട്ട എല്ലാ വഖഫ് ഭൂമികളും തിരിച്ചു പിടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഫൈസി എഴുതുന്നു, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിലവിൽ വഖഫ് സ്വത്തിന്റെ 10% പോലും ഇവർ വഖഫ് ചെയ്തിട്ടില്ല വഹാബികൾ. കാരണം അവർക്ക് അതിൽ വിശ്വാസമില്ല. പരലോക ഗുണത്തിനും അവരുടെ വാപ്പ വല്ലിപ്പമാർ ചെയ്ത തുച്ഛമായ സ്വത്തിന്റെ പേരിൽ വഖഫിൽ കയറിക്കൂടി. എങ്ങനെ കയറിക്കൂടിയത്? തിരികെ കയറ്റി. വഹാബികളല്ലേ ഇതിന്റെ കാര്യങ്ങൾ നിർവഹിക്കണേ. ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരുപാട് നല്ലവരായ നിസ്വാർത്ഥരായ പ്രവർത്തകരും നേതാക്കളുമുണ്ട്. പക്ഷേ കുറച്ചാളുകളെ നമുക്കറിയാം, ഇപ്പൊ സമസ്തക്കെതിരെയൊക്കെ ഈ ഒറ്റപ്പെട്ട ചില നേതാക്കളാണ് തിരിയുന്നത്, അവരാണ് ഇത് നിയന്ത്രിക്കുന്നത്. പക്ഷെ അനുയായികൾക്ക് ഇഷ്ടമില്ലാത്ത, സുന്നികൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുകയാണ്. ഇതൊക്കെ ഇപ്പൊ സുന്നികളിൽ എല്ലാ വിഭാഗത്തിനും, സമസ്തയുടെ അനുയായികൾക്കും SKSSFനാണെങ്കിൽ എല്ലാവർക്കും ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഫൈസി ഉസ്താദ് ഈ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, തുച്ഛമായ സ്വത്തിന്റെ പേരിൽ വഖഫിൽ കയറിക്കൂടി വിഹിതം പറ്റുന്ന ഇവരെ ആദ്യം അകറ്റി നിർത്താത്ത പക്ഷം വഖഫ് സ്വത്ത് അന്യധീനപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഫൈസി, അബൂ താഹിർ ഫൈസി പറയുന്നത്, വഖഫ് ബോർഡിൽ നിന്ന് ഓരോ വഹാബികളെയും നീക്കാത്ത കാലത്തോളം ഈ വഖഫ് സ്വത്ത് കൃത്യമായി അതിന്റെ യഥാക്രമം നടക്കുകയില്ല. ഈ പരിപാടി ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ കള്ളന്മാരെ, നമുക്കറിയാം, ഈ വഖഫുകൾ ദുരുപയോഗം ചെയ്യുന്ന കള്ളന്മാരെ വഖഫ് ബോർഡിൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി ഏത് വിധേനയാണെങ്കിലും വേണ്ടിയില്ല, PSC ആണെങ്കിലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല, ആദ്യം ഇതൊക്കെ ഒരു ശുദ്ധി കലശം നടത്താൻ സമയമായിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെയുള്ള മുഴുവൻ സുന്നികൾക്കും പറയാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം. പിന്നീട് ഇദ്ദേഹത്തിന്റെ പേജിൽ 6 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആധാരത്തിന്റെ ടൈപ്പിംഗ് കോപ്പിയാണ്, രണ്ടാമത്തെ ഒറിജിനൽ ആധാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റാണ്, മൂന്നാമത്തേത് സ്കൂൾ നിർമ്മിക്കുന്നു എന്ന വ്യാജേന പഞ്ചായത്തിൽ കൊടുത്ത അപേക്ഷ, സ്കൂള് നിർമ്മിക്കാനാന്ന് പറഞ്ഞു കൊടുത്ത അപേക്ഷ. പിന്നെ അടുത്തത് വിസ്ഡം മുജാഹിദ് മേൽനോട്ടക്കാരുമായി ഉണ്ടാക്കിയ കരാർ പത്രം, അഞ്ചാമത്തേത് വഖഫ് ബോർഡിന്റെ സ്റ്റോപ്പ് മെമ്മോ, ആറാമത്തേത് പുലർച്ചെ ആളുകൾ കാണാതെ മെയിൻ വാർപ്പ് പണി നടത്തുന്നു. ഈ 6 ചിത്രങ്ങളാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ സുന്നികളും ഇത് പരസ്യമാക്കണം, എല്ലാ ഇടങ്ങളിലും ചർച്ചയാക്കണം. ഇനി നമ്മുടെ സോഷ്യൽ മീഡിയകൾ നമ്മൾ ശക്തമായി ഉപയോഗപ്പെടുത്തണം. വഹാബികൾ 10 ആളാണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ 10 ആളുകളും 100 വ്യാജ ഐഡികൾ ഉണ്ടാക്കി പെരുപ്പിച്ച് കാണിക്കുന്ന സുന്നികൾ നല്ല ബോധവാന്മാരാവണം. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വ്യാജമായ ചിത്രങ്ങളും പോസ്റ്റുകളും ഉണ്ടാക്കി അപകീർത്തിപ്പെടുത്തുന്നു. ഇതിന് നമ്മൾ മനസ്സിലാക്കണം, ഇവർ എണ്ണമില്ല, ഇവർ 2% പോലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഇല്ല. പക്ഷെ നമ്മളെക്കാൾ അവർ ഫേസ്ബുക്കിൽ വ്യാജ ഐഡികൾ ഉണ്ടാക്കി പ്രചരണം സജീവമാക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. സുന്നി എന്ന പേരിൽ EKയും APയുമായി അഭിനയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ വലിയൊരു ശതമാനവും ഇത്തരത്തിലുള്ള വഹാബികളാണ്. അവരുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഉണർന്ന് പ്രവർത്തിക്കണം, ജാഗ്രത പാലിക്കണമെന്ന് സകല സുന്നികളോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയം എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.